ഒരു ഡെയിലി യൂസ് ബേബി ഫ്രോക്കാണ് ഇന്നത്തെ വീഡിയോ. 9 to 1 year മെഷർമെൻ്റാണ് എടുത്തിട്ടുള്ളത്. 100% കോട്ടൺ ക്ലോത്താണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു ക്ലോത്താണ്. 16 ഇഞ്ചസ് ലെങ്ത്തും 36 ഇഞ്ചസ് വിത്തും ഉള്ള ഒരു ക്ലോത്താണ് ആവശ്യം. 1.5 ഇഞ്ച് വിത്തുള്ള ക്രോസ് പീസ് ഒരു 3 പീസസ് എടുത്തിട്ടുണ്ട്. 17 ഇഞ്ചസ് ലെങ്ത്തുള്ള നമ്പർ 2 ഇലാസ്റ്റിക് ഒരു പീസ് ആവശ്യമുണ്ട്. ഞാൻ 36 ഇഞ്ചസ് വിത്തുള്ള ഒറ്റ പീസാണ് എടുത്തിട്ടുള്ളത്, ഫോൾഡ് ചെയ്തിട്ട്. അത് 18 ആയിട്ട് 2 പീസായിട്ടും നിങ്ങൾക്ക് എടുക്കാം. ഞാനിത് ജോയിൻ ചെയ്യേണ്ട, ഒരു ഭാഗം ജോയിൻ ചെയ്യേണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഫോൾഡ് ചെയ്യാം. ഇത് ഡബിൾ ഫോൾഡാണ് ചെയ്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞില്ലേ, 1/2 ഇഞ്ച് വിട്ടിട്ടാണ് ഇവിടെ 1/2 ഇഞ്ച് വിട്ടിട്ട് ഫോൾഡ് ചെയ്തത്. സ്റ്റിച്ച് ചെയ്യാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അവിടുന്ന് ഒരു 4 ഇഞ്ചസ് മാർക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്കറിയാലോ, ഇതേപോലെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ഇത് കൈക്കുഴി കട്ട് ചെയ്യാന്ന്. ഇത് മാത്രമേ കട്ട് ചെയ്യാനുള്ളൂ. ഇതേപോലെ ഇതുപോലെയാണ് വരിക. ഇതാണ് ഫ്രണ്ട്, ഇത് ബാക്ക്. ഇനി സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് ബോട്ടം പൈപ്പിംഗ് അടിക്കുക. അത് ഞാൻ ബാക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ടിലേക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. സിംഗിൾ പൈപ്പിംഗ് ആണ്, ഡബിൾ അല്ല. ഫ്രണ്ടിലേക്കാക്കിയിട്ട് പൈപ്പിങ് നല്ല ഭാഗത്തേക്ക്. നല്ല ഭാഗത്തേക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാം. ഫുള്ള് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാം. പൈപ്പിങ് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്കാണ് അടിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഇലാസ്റ്റിക് പാസ് ചെയ്യുന്ന പൈപ്പിംഗ് ആണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അത് ഞാൻ ടോപ്പിൽ നിന്ന് 6.5 ഇഞ്ച് വിട്ടിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം. സ്ഥലത്തുനിന്ന് നല്ല ഭാഗമാണിത്. പൈപ്പിങ് ഇലാസ്റ്റിക് പാസ് ചെയ്യേണ്ട പൈപ്പിങ് സ്റ്റിച്ച് ചെയ്യുന്നത്. നിങ്ങൾ ഇതുവരെ എൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉപകാരമായിരുന്നു. ഇതിലൂടെയാണ് ഇലാസ്റ്റിക് പാസ് ചെയ്യേണ്ടത്. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.
ഡ്രസ്സാണിത്. ടോപ്പ് ലോങ് സ്റ്റിച്ചിട്ട് പ്ലീറ്റ്സ് ഇട്ട് വെക്കണം. 5½ ഇഞ്ചാണ് പ്ലീറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ വേണ്ടത്. പ്ലീറ്റ്സ് ഇട്ട സ്ഥലത്ത് പൈപ്പിംഗ് അടിക്കുകയാണ്. നെക്കാണ് ഇത്. ഇനി പൈപ്പിംഗ് സെക്കൻഡ് സ്റ്റിച്ച് നേരത്തെ ചെയ്തതുപോലെ തന്നെ നല്ല ഭാഗത്തേക്ക്. ഇത് സ്റ്റിച്ച് ചെയ്ത് ഇതേപോലെ 5½ ഇഞ്ച് വിഡ്ത്ത്. ഈ പൈപ്പിങ്ങിൻ്റെ ലെങ്ത്ത് 5½ ഇഞ്ച്. ഇലാസ്റ്റിക് പാസ് ചെയ്ത് കഴിഞ്ഞു. ഇനി സൈഡ് അടിക്കണം. സൈഡ് സ്റ്റിച്ച് ചെയ്യണം. ഞാൻ എഡ്ജിലിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് സെക്കൻഡ് സ്റ്റിച്ച്. ഓവർലോക്ക് അടിക്കണം. ഇല്ലെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി, ഓവർലോക്ക് ഇല്ലെങ്കിൽ. ഇനി ഷോൾഡറിൻ്റെ ഇവിടെ പൈപ്പിങ് നേരത്തെ പോലെ തന്നെ ബാക്ക് സൈഡിൽ നിന്ന് പൈപ്പിങ് അടിക്കുക. ഇത് കുറച്ച് കുഴിച്ച് മുറിച്ചുകൊണ്ട് കുറച്ച് വലിഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചൊന്ന് ചുരുക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യണം. കോഡിന് ഒരു 10 ഇഞ്ചസ് വിട്ടിട്ടാണ് പൈപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, രണ്ട് സൈഡും. നിങ്ങളെന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഡ്രസ്സാണിത്. കോഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ക്രോസ് പീസാണല്ലോ, നല്ലോണം വലിയും. അപ്പോൾ കുറച്ച് വലിച്ചടിക്കണം, എന്നാലേ കെട്ടുമ്പോൾ തിന്നായിട്ട് വരുള്ളൂ. ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റിലൂടെ എന്നെ അറിയിച്ചു തരണം. ഇത് 18 സൈസാണ്.